ശ്രീ നാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ ഫസ്റ്റ് സെമസ്റ്റർ PG ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എക്കണോമി, പൊളിറ്റി ആൻഡ് സൊസൈറ്റി എന്ന പേപ്പറിലെ ബ്ലോക്ക് 3 യൂണിറ്റ് 2 വെൽഫെയർ സിസ്റ്റം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ വെൽഫെയർ സിസ്റ്റത്തിന്റെ ഡെഫിനിഷൻസ് ആണ്. പൗരന്മാരുടെ ക്ഷേമവും സാമൂഹ്യ സുരക്ഷയും പ്രോത്സാഹിപ്പിക്കുന്നതിന് സർക്കാർ സജീവമായ പങ്ക് വഹിക്കുന്ന ഒരു രാഷ്ട്രീയ സാമ്പത്തിക വ്യവസ്ഥയാണ് ക്ഷേമരാഷ്ട്രം എന്ന് നിർവചിക്കുന്നത്. അസമത്വം കുറയ്ക്കുക, മിനിമം ജീവിത നിലവാരം ഉറപ്പാക്കുക, വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും സംരക്ഷിക്കുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടി ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, സാമൂഹ്യ സുരക്ഷ, പാർപ്പിടം തുടങ്ങിയ സാമൂഹ്യ നയങ്ങളും പരിപാടികളും സേവനങ്ങളുമാണ് ഇതിൽ ഉൾപ്പെടുന്നത്. സോഷ്യൽ വെൽഫെയറിനെ കുറിച്ച് ധാരാളം നിർവചനങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചിലത് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് പറയുന്നത് ടൈംസിന്റെ ആണ്. അദ്ദേഹം 1974 ക്ഷേമരാഷ്ട്രം എന്നത് അപകടങ്ങളുടെയും നിയന്ത്രണങ്ങളുടെയും ചില ആളുകളുടെ അതിജീവനത്തിനായുള്ള ഇച്ഛാശക്തികളുടെയും വ്യക്തിപരമായ വ്യാപനമാണ്. കൂടാതെ ജനാധിപത്യ സാമൂഹ്യ അപകട സാധ്യതകളുടെ നിയന്ത്രണമാണ് ഈ ഇച്ഛാശക്തിയുടെ പ്രഖ്യാപനം സാധ്യമാക്കുന്ന ഉപകരണം എന്ന് അദ്ദേഹം പറഞ്ഞു. പാരി പറയുന്നത് 1984 അദ്ദേഹം പുറപ്പെടുവിച്ചതാണ്. ക്ഷേമരാഷ്ട്രം വ്യവസായിക സാമൂഹ്യം, മുതലാളിത്തം, അന്താരാഷ്ട്ര വ്യവസ്ഥ, ദേശീയ രാഷ്ട്രം, ബഹുജന ജനാധിപത്യം, കുടുംബം, സമൂഹം എന്നിവയാണ് അതിൽ ഉൾക്കൊള്ളുന്നത്. ഈ അർത്ഥത്തിൽ ക്ഷേമരാഷ്ട്രം എന്നത് ചരിത്രപരമായ സന്ദർഭത്തിനും വ്യക്തികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും മിനിമം വരുമാന ഗ്യാരണ്ടി നൽകുന്ന സംസ്ഥാന രൂപമാണ്. സമഗ്രമായ സമീപനം അവരുടെ സാമൂഹ്യ അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നുവെന്നും സാമൂഹ്യ സുരക്ഷാ അവസരങ്ങൾ വികസിപ്പിക്കുന്നുവെന്നും നിയമനിർമ്മാണം ഉറപ്പു നൽകുന്ന മാനദണ്ഡങ്ങളും പ്രത്യേകിച്ച് വിദ്യാഭ്യാസത്തിനും ആരോഗ്യ പാർപ്പിടത്തിനും നൽകുന്നുവെന്നും അദ്ദേഹം പറയുന്നു. ബ്രിഗഡ്സ് 1961 വെൽഫെയർ സിസ്റ്റം എന്നത് കുറഞ്ഞത് 3 ദിശകളിലെങ്കിലും കമ്പോള ശക്തികളെ മാറ്റാൻ ബോധപൂർവം ഉപയോഗിക്കുന്ന അധികാരം സംഘടിക്കുന്ന ഒരു സംസ്ഥാനമാണെന്ന് അദ്ദേഹം പറഞ്ഞത്. പിന്നെ അടുത്ത പോയിന്റ് കസ്ലിൻ്റെതാണ്. അദ്ദേഹത്തിന്റെ വീക്ഷണത്തിൽ 1995 ക്ഷേമരാഷ്ട്രം എന്നത് സോഷ്യൽ യൂറോപ്പ് എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ള ചരിത്രപരമായ ഒരു സുരക്ഷാ രാഷ്ട്രമാണ്. അത് അവകാശങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള സാമൂഹ്യ സുരക്ഷയെ അടിസ്ഥാനമാക്കിയുള്ള ഇൻഷുറൻസ് ധാരണയെ സൃഷ്ടിക്കപ്പെടുകയും പുതിയ സ്വത്ത് ഭരണകൂടം രൂപീകരിക്കുകയും ചെയ്യുന്നതെന്ന് അദ്ദേഹം പറയുന്നത്. എന്താണ് സോഷ്യൽ വെൽഫെയർ സിസ്റ്റം? അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. സാമൂഹ്യക്ഷേമ സംവിധാനം എന്നത് വ്യക്തികളുടെ അവരുടെ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളെ പിന്തുണക്കുന്നതിന് ശ്രമിച്ചിട്ടുള്ളതാണ്. സാധാരണമായി സർക്കാരോ ഓർഗനൈസേഷനുകളോ സഹായം നൽകുന്നതിനും സമൂഹത്തിന്റെ പ്രത്യേക ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിന് സ്ഥാപിച്ചതാണിത്. ഒരു പ്രോഗ്രാമുകൾ ഒരു സുരക്ഷാ വലയങ്ങളായി പ്രവർത്തിക്കുന്നു. സാമ്പത്തിക അനിശ്ചിതത്വത്തിൽ നിന്നും വെല്ലുവിളിയിൽ നിന്നും പൗരന്മാരെ സംരക്ഷിക്കുക, അവരുടെ ക്ഷേമം ഉറപ്പുവരുത്തുക, അവരുടെ ക്ഷേമത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് സമൂഹത്തിന്റെ എല്ലാ അംഗങ്ങൾക്കും അടിസ്ഥാന ജീവിത നിലവാരം ഉറപ്പാക്കുന്നതിന് പ്രാധാന്യം തിരിച്ചറിയുന്നതിനുമാണ് ഗവൺമെന്റിന്റെയും ഓർഗനൈസേഷനുകളുടെയും ഇത്തരം ഒരു സാമൂഹ്യക്ഷേമ സംവിധാനം നടപ്പിലാക്കിയത്. ഈ പരിപാടികൾ ദാരിദ്ര്യം ലഘൂകരിക്കാനും അസമത്വം കുറക്കുന്നതിനും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും സമൂഹത്തിന് അപകടങ്ങളിൽ നിന്നും വ്യക്തികളെ സംരക്ഷിക്കുകയാണ് ചെയ്തത്. ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, പാർപ്പിടം, തൊഴിലില്ലായ്മ, സാമൂഹ്യ സുരക്ഷ തുടങ്ങിയ നിരവധി സേവനങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. സാമൂഹ്യക്ഷേമ സംവിധാനത്തിന്റെ പ്രാഥമിക ലക്ഷ്യം എന്ന് പറയുന്നത് വ്യക്തികളുടെ പ്രത്യേക ആവശ്യങ്ങളും പരാധീനതകളും പരിഹരിക്കുകയും അവരുടെ ക്ഷേമവും ജീവിത നിലവാരം വർദ്ധിപ്പിക്കുകയും അവർക്ക് പിന്തുണയും വിഭവങ്ങളും നൽകുകയും ചെയ്യുക എന്നതാണ്. തൊഴിലില്ലായ്മ, അസുഖം, വൈകല്യം, വാർദ്ധക്യം, സ്വയം പിന്തുണയ്ക്കുന്ന വ്യക്തികളുടെ കഴിവിനെ തടസ്സപ്പെടുത്തുന്ന മറ്റു സാഹചര്യങ്ങൾ എന്നിങ്ങനെ വിവിധ അപകട മേഖലകളിൽ നിന്നും ഇൻഷുറൻസ് നൽകിക്കൊണ്ടോ മറ്റു പ്രോഗ്രാമുകളിലൂടെയോ ഇത്തരം അപകട സാധ്യത മാറ്റി നിർത്തിക്കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഓരോ വ്യക്തിയെയും പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഗവൺമെന്റ് ഇത്തരം നയങ്ങളും പദ്ധതികളും നടപ്പിലാക്കിയത്. ഇതിനായിട്ട് ഗവൺമെന്റ് എന്തൊക്കെ പ്രോഗ്രാംസും സ്കീംസും ആണ് നടത്തിയത് നോക്കാം. ഫസ്റ്റ് പറയുന്നത് മെഡിക്കൽ കെയർ പ്രോഗ്രാംസ് ആണ്. ആരോഗ്യ മേഖലയിലുള്ള ഒരു പ്രോഗ്രാംസ് ആണ് ഇതിൽ പറയുന്നത്. ക്ഷേമ സംവിധാനങ്ങൾക്ക് കീഴിലുള്ള മെഡിക്കൽ കെയർ പ്രോഗ്രാമുകളും സാമൂഹ്യ ക്ഷേമ സംവിധാനങ്ങളും വളരെ പ്രധാനപ്പെട്ട ഒരു വിവാദപരമായ ഘടകങ്ങളാണ്. ചികിത്സാ ചെലവുകൾ ചെലവേറിയതാണ്. നിലവിലുള്ള ചികിത്സാ കവറേജ് നൽകുന്നതും വിവിധ വശങ്ങളിൽ ഉൾക്കൊള്ളുന്ന സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്യുന്നതൊക്കെയാണ് ഇതിൽ പെടുന്നത്. സാമൂഹ്യക്ഷേമ സംവിധാനത്തിന്റെ വശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സഹായ വാഗ്ദാനമാണിത്.
ഇത് വ്യക്തികൾക്ക് ആവശ്യമായ ആരോഗ്യ സേവനങ്ങൾക്ക് പിന്തുണയ്ക്കും ആക്സസ് ഉണ്ടെന്ന് ഉറപ്പാക്കുകയും അതുവഴി അവരുടെ ക്ഷേമം പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ മെഡിക്കൽ ആവശ്യങ്ങൾ പരിഹരിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ജനങ്ങൾ അധികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു സമയമാണ് ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ. ഇത്തരം ഒരു അവസ്ഥയിൽ ജനങ്ങൾക്ക് ഗവൺമെന്റ് ഒരു സഹായം എന്ന രീതിയിലാണ് ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കിയത്. ഇത് ആരോഗ്യ മേഖലയിലെ തുല്യതയ്ക്കും എല്ലാ വ്യക്തികൾക്കും തുല്യതും നീതിപരവുമായ ആരോഗ്യ സംരക്ഷണം നൽകുന്നതിനും കാരണമായിട്ടുണ്ട്. ഇത്തരം ആരോഗ്യ പദ്ധതികൾ ഒരു രാജ്യത്തിന് വിവിധ ഘട്ടങ്ങളിലാണ് നിലനിൽക്കുന്നത്. സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികൾ വഴിയും ഇത്തരം ആരോഗ്യ സംരക്ഷണ പദ്ധതികൾ നിലനിൽക്കുന്നുണ്ട്. ജനങ്ങൾക്ക് നൽകുന്ന നികുതിയുടെ അടിസ്ഥാനത്തിൽ അവരെ ചുറ്റിപ്പറ്റി ഇത്തരം ആരോഗ്യ സംരക്ഷണ പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് രാജ്യങ്ങൾ ചെയ്യുന്നത്. എന്നാൽ ഇന്ത്യയിൽ ഇത്തരം ആരോഗ്യ സംരക്ഷണം നടപ്പിലാക്കിയത് ഇന്ത്യയിൽ ഇതിനെ പ്രമാണിച്ച് ധാരാളം ആരോഗ്യ സംരക്ഷണ പദ്ധതികളും പ്രോഗ്രാമുകളും നടപ്പിലാക്കിയിട്ടുണ്ട്. പ്രധാനമായിട്ടും ഹെൽത്ത് പോളിസീസ് നടപ്പിലാക്കിയത് 3 വർഷങ്ങളിലായിട്ടാണ്. അതൊന്ന് 1983 ഫസ്റ്റ് നാഷണൽ പോളിസി. ഇതൊരു വെസ്റ്റേൺ കൾച്ചർ മോഡലാണ്. രണ്ടാമത് 2003 നാഷണൽ ഹെൽത്ത് പോളിസി, 2007 നാഷണൽ ഹെൽത്ത് പോളിസി. പ്രധാനമായിട്ടും ഈ 3 ഹെൽത്ത് പോളിസീസ് ആണ് രാജ്യത്ത് നടപ്പിലാക്കിയതും പ്രാബല്യത്തിൽ വന്നതും കൂടുതൽ ശ്രദ്ധ പിടിച്ചു പറ്റിയതായുണ്ട്. ഈ പദ്ധതി പുറമെ ഗവൺമെന്റ് ചില നടപടികളും നടത്തിയിട്ടുണ്ട്. ദേശീയ ആരോഗ്യ പദ്ധതി എന്നറിയപ്പെടുന്ന ആയുഷ് ഭാരത്, പ്രധാനമന്ത്രി ജാൻ ആരോഗ്യ യോജന, PMJ എന്ന് പറയുന്നത് ആണ് ഒരു പ്രമുഖ സംരംഭം. ഇതിപ്പോ നിലവിലുള്ള ഒരു പ്രമുഖ സംരംഭമാണ്. ഇത് നല്ല ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു ഇതാണ്. 2018 PMJ രാജ്യത്ത് ഉടനീളം സാമ്പത്തികമായി ദുർബലരായ കുടുംബങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നതിന് ലക്ഷ്യമിട്ടത്. ഈ പ്രോഗ്രാമിന് കീഴിൽ യോഗ്യരായ വ്യക്തികൾക്ക് എംബാൻ ചെയ്ത് സ്വകാര്യ ആശുപത്രി നിർദ്ദിഷ്ട മെഡിക്കൽ അവസ്ഥകൾക്ക് പണരഹിത ചികിത്സ ലഭിക്കാൻ അർഹതയുണ്ട്. 500 ദശലക്ഷം ആളുകൾ കവറേജ് നൽകുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സർക്കാർ ധനസഹായ ആരോഗ്യ പദ്ധതിയാണ് PMJ. ശസ്ത്രക്രിയകൾ, രോഗനിർണയ പരിശോധനകൾ, ആശുപത്രി പ്രവേശനം, അതിനുശേഷമുള്ള പരിചരണം, ദാരിദ്ര്യത്തെ തള്ളിവിടുന്ന വിനാശകരമായ ആരോഗ്യ സംരക്ഷണ ചിലവുകൾ എന്നിവയൊക്കെ ഇതിലൂടെ ലഭിക്കും. PMJ ലക്ഷ്യമിടുന്ന ആരോഗ്യ ഫലങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ദുർബലരായ ജനങ്ങൾക്കിടയിൽ സാമ്പത്തിക സുരക്ഷിതത പ്രോത്സാഹിപ്പിക്കുന്നതിനാണ്. ഇന്ത്യ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ, നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ അതുപോലെ പിന്നോക്കം നിൽക്കുന്ന സമൂഹത്തിലും പ്രദേശങ്ങളിലും നടപ്പിലാക്കിയിട്ടുള്ളത്. ആശ, ഉഷ തുടങ്ങിയ പദ്ധതികളും ഇത്തരം നാഷണൽ റൂറൽ ഹെൽത്ത് പോളിസീസിന്റെ ഭാഗമായിട്ട് രൂപീകരിച്ചതാണ്. അൺഎംപ്ലോയ്മെന്റ് ബെനിഫിറ്റ് പ്രോഗ്രാം ആണ് അടുത്ത പറയുന്നത്. പിരിച്ചുവിടൽ, കമ്പനി അടച്ചുപൂട്ടൽ അല്ലെങ്കിൽ സാമ്പത്തിക മാന്ദ്യം തുടങ്ങിയ ഘടകങ്ങൾ കാരണം സ്വന്തം തെറ്റുകൂടാതെയോ തൊഴിൽരഹിതരായ ആളുകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതാണിത്. വികസ്വര രാജ്യങ്ങളെ അപേക്ഷിച്ച് വ്യാവസായിക രാജ്യങ്ങളിൽ ഈ പരിപാടികളാണ് കൂടുതൽ. സ്ഥിര വരുമാനമില്ലാത്തതോ സ്വയം കണ്ടെത്തുന്ന വ്യക്തികളോ കുടുംബങ്ങൾ അനുഭവിക്കുന്ന സാമ്പത്തികവും സാമൂഹ്യമായ ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കാനോ അവ ലക്ഷ്യമിടുന്നു. ഈ സഹായം വാഗ്ദാനം ചെയ്യുന്നതിലൂടെ തൊഴിലില്ലായ്മ ആനുകൂല്യ പരിപാടികൾ ദാരിദ്ര്യം കുറയ്ക്കുന്നതിനും തൊഴിലും സാമ്പത്തിക സ്വാതന്ത്ര്യം വീണ്ടെടുക്കുന്നതിനും വ്യക്തികളുടെ ശ്രമങ്ങളിൽ അവരെ പിന്തുണക്കുന്നതിനും സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഫാമിലി അലവൻസ് ബെനിഫിറ്റ് പല രാജ്യങ്ങളിലും ഏറ്റവും കുറഞ്ഞ കുട്ടികളുള്ള കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതായി ഫാമിലി അലവൻസ് ക്ഷേമ പരിപാടികൾ നടപ്പിലാക്കുന്നുണ്ട്. വിവിധ രാജ്യങ്ങളിൽ ഈ പ്രോഗ്രാമുകളുടെ യോഗ്യതയും കവറേജും വ്യത്യസ്തമാണ്. ചില രാജ്യങ്ങളിൽ തൊഴിലില്ലായ്മ ആനുകൂല്യങ്ങൾ പോലുള്ള മറ്റു സഹായങ്ങൾക്കൊപ്പം ഫാമിലി അലവൻസും പ്രോഗ്രാമുകളും നടപ്പിലാക്കുന്നുണ്ട്. തൊഴിലില്ലായ്മ അല്ലെങ്കിൽ മറ്റു സാഹചര്യം കാരണം സാമ്പത്തിക വെല്ലുവിളികൾ നേരിടുന്ന കുടുംബങ്ങൾ അധിക പിന്തുണ നൽകാനാണ് ഇത്തരം പരിപാടികൾ നടപ്പിലാക്കിയത്. കുടുംബ അലവൻസ് ക്ഷേമ പരിപാടി നടപ്പിലാക്കുന്ന സമൂഹത്തിൽ കുടുംബം വഹിക്കുന്ന പങ്കിനെ അംഗീകരിക്കുകയും അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിന് അവരെ പിന്തുണക്കുന്നതിന്റെ ആവശ്യകതയും പ്രതിഫലിപ്പിക്കുന്നുണ്ട്. സാമ്പത്തിക സഹായം നൽകുന്നതോടെ ഈ പരിപാടികൾ കുടുംബങ്ങളും സാമ്പത്തിക ഭാരം ലഘൂകരിക്കുന്നതിന് അവരുടെ ക്ഷേമത്തിന് സംഭാവന നൽകാൻ സഹായിക്കുന്നു. ഇന്ത്യയിൽ ഇത്തരം ഫാമിലി അലവൻസ് വ്യത്യസ്ത മേഖലകളിലാണ് നടത്തുന്നത്. അതിൽ ഫസ്റ്റ് പറഞ്ഞാൽ മെറ്റേണിറ്റി ബെനിഫിറ്റ് ആണ്. ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും ഗർഭകാലത്തും പ്രസവ സമയത്തും അവരുടെ ആരോഗ്യം പോഷണം പിന്തുണക്കുന്നതിനാണിത്. അടുത്ത തൊഴിൽ ക്ഷമത ഉറപ്പാക്കുക. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം ഇന്ത്യയിലെ ഗ്രാമീണ കുടുംബങ്ങൾക്ക് ഒരു സാമ്പത്തിക വർഷത്തിൽ 100 ദിവസത്തെ വേതനം തൊഴിലുറപ്പ് നൽകുന്നു. ഗ്രാമീണർക്ക് തൊഴിലവസരം നൽകിക്കൊണ്ട് ഉപജീവന സുരക്ഷ വർദ്ധിപ്പിക്കുക എന്നാണ് ഇതിന്റെ ലക്ഷ്യം. പിന്നെ ഭവന പദ്ധതി.
പ്രധാനമന്ത്രി ആവാസ് യോജന ഇന്ത്യയിലെ നഗര ഗ്രാമ ദരിദ്രർക്ക് താങ്ങാവുന്ന വിലയിൽ വീട് ലഭിക്കുന്നതിനായി ആരംഭിച്ച ഒരു പദ്ധതിയാണിത്. 2022 കൂടി എല്ലാവർക്കും വീട് ഉറപ്പാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഇനി ഭക്ഷ്യസുരക്ഷ. ദേശീയ സുരക്ഷാ നിയമം ഇന്ത്യൻ ജനസംഖ്യയുടെ വലിയൊരു വിഭാഗത്തിന് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്ന ലക്ഷ്യമുള്ള സുപ്രധാന നിയമനിർമ്മാണമാണ്. പൊതുവിതരണ സംവിധാനത്തിലൂടെ ഉയർന്ന സബ്സിഡിയുള്ള ഭക്ഷ്യധാന്യങ്ങൾ സ്വീകരിക്കാൻ അർഹതയുള്ള കുടുംബങ്ങൾക്ക് ഇത് നൽകുന്നു. മിതമായ നിരക്കിൽ പ്രത്യേകിച്ച് സമൂഹത്തിലെ ദുർബല വിഭാഗത്തിന് മതിയായ അളവില് ഗുണമേന്മയുള്ള ഭക്ഷണം ലഭ്യമാക്കുക എന്നതാണ് ഈ പ്രോഗ്രാമിൽ ലക്ഷ്യമിടുന്നത്. പിന്നെ അടുത്ത പറയുന്നത് വർക്ക് ഇഞ്ചറി കോമ്പൻസേഷൻ ആണ്. ഇന്ത്യയിൽ എംപ്ലോയ്മെന്റ് സ്റ്റേ ഇൻഷുറൻസ് സ്കീം ഒരു സുപ്രധാന തൊഴിൽ പരിക്ക് പ്രതിഫല പദ്ധതിയാണ് നിലനിർത്തുന്നത്. ജീവനക്കാരുടെ ഫാക്ടറികളുടെയും സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെയും സമഗ്രമായ സുരക്ഷയും സാമൂഹ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ഇത് ലക്ഷ്യമിടുന്നത്. ജോലി സംബന്ധമായ പരിക്കുകൾ, രോഗം അല്ലെങ്കിൽ വൈകല്യം എന്നിവയിൽ കവർ ചെയ്യുന്ന ജീവനക്കാരുടെ അവരുടെ ആശ്രിതരുടെയും സാമ്പത്തികവും വൈദ്യസഹായവും നൽകാനാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. ഇത്തരം പദ്ധതികൾ കമ്പനികളുടെ വ്യവസ്ഥയ്ക്കനുസരിച്ച് നിലനിൽക്കുന്നതാവും. ഉദാഹരണമായിട്ട് ഒരു വ്യക്തി ജോലി ചെയ്യുന്ന കാലയളവിൽ ഒരു നിശ്ചിത സംഖ്യ കമ്പനി അലവൻസ് ആയിട്ട് എടുത്തിട്ട് പിന്നീട് അത് പെൻഷനായിട്ട് നൽകുന്നുണ്ട്. ഒരു പക്ഷെ വിരമിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ തൊഴിലെടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഇത്തരം അലവൻസ് റിട്ടേൺ ചെയ്യുന്നത്. എന്നാൽ ചില കമ്പനി വ്യവസ്ഥയിൽ അനുസരിച്ച് ഒരു നിശ്ചിത സംഖ്യ പിരിഞ്ഞു പോകുമ്പോൾ തൊഴിലെടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലോ വ്യക്തികൾക്ക് നൽകുന്ന ഒരു പ്രവണതയുണ്ട്. അങ്ങനെ രണ്ട് രീതിയിലാണ് ഇത്തരം അലവൻസ് നൽകുന്നത്. ഇത്തരം അലവൻസ് ഇവിടെ ശമ്പളത്തിൽ നിന്ന് യാതൊന്നും പിടിച്ചു വെക്കാതെ കമ്പനിയുടെ സ്വന്തം റിസ്കിലാണ് ഈ അലവൻസ് കൊടുക്കുന്നത്. അതുപോലെ ചികിത്സപരമായ അലവൻസും ചില കമ്പനികൾ തൊഴിലാളികൾക്ക് നൽകുന്നുണ്ട്. ഇത്തരം അലവൻസുകൾ വഴി തങ്ങളുടെ ജോലിയുടെ സ്ഥിരതയും കാര്യക്ഷമതയും ഉറപ്പുവരുത്താൻ തൊഴിലാളികൾക്ക് പറ്റുന്നുണ്ട്. ഇനി പബ്ലിക് എയ്ഡും. സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾ, വിദ്യാർത്ഥികൾ, വയസ്സായവർ എന്നിവർക്ക് ഗവൺമെന്റ് നൽകുന്ന സാമ്പത്തിക പരിരക്ഷാ പദ്ധതിയാണിത്. ഇതിലൂടെ ഒരു നിശ്ചിത ആരോഗ്യപരമായ പരിരക്ഷ സാമ്പത്തിക പദ്ധതിക്ക് വേണ്ടി സർക്കാർ നിശ്ചിത സംഖ്യ ഇൻഷുറൻസ് ആയിട്ട് നൽകുന്നു. അതുപോലെ വിദ്യാർത്ഥി തങ്ങളുടെ പഠനകാലത്ത് ഒരു സഹായം എന്ന രീതിയിലാണ് സ്കോളർഷിപ്പ് നൽകുന്നത്. ഇത് വിദ്യാർത്ഥിയുടെ പഠന നിലവാരവും സാമ്പത്തിക ചുറ്റുപാടിനും അനുസരിച്ചാണ് നൽകുന്നത്. ഉദാഹരണമായിട്ട് മുസ്ലിം സമൂഹത്തിലെ OBC, SC, ST എന്നീ വിഭാഗത്തിൽ നൽകപ്പെടുന്ന സ്കോളർഷിപ്പുകൾ ഇതിന് ഉദാഹരണമാണ്. സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന വ്യക്തികൾക്ക് സർക്കാർ ധാരാളം പദ്ധതികളും നയങ്ങളും നടപ്പിലാക്കുന്നുണ്ട്. ഇവർ സമൂഹത്തിന്റെ പിന്നോക്കാവസ്ഥയിൽ നിന്നും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കിയത്. ഇത് ജനങ്ങൾക്കിടയിലെ സന്തുലിതാവസ്ഥക്കും തുല്യതയും ഉറപ്പുവരുത്തുകയും എല്ലാ ജനങ്ങളും സമൂഹത്തിൽ ഒരു സ്ഥാനം നൽകുന്നതിന് കാരണമാകുന്നുണ്ട്. അതുപോലെ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്കും ഇത്തരം ധനസഹായങ്ങൾ സർക്കാർ പുറപ്പെടുവിക്കുന്നുണ്ട്. ഇത്തരം വ്യക്തികൾ സർക്കാർ സ്ഥാപനങ്ങൾ പ്രത്യേക തൊഴിൽ സീറ്റുകളും സാമ്പത്തിക സഹായ പദ്ധതികളും സർക്കാർ സ്കൂളിൽ ഒരു പ്രത്യേക സ്ഥാനവും നൽകുന്നുണ്ട്. കുട്ടികൾ, സ്ത്രീകൾ പ്രത്യേക സമൂഹ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. കർഷക സമൂഹത്തിനും ഇത്തരം ധാരാളം പദ്ധതികൾ ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുണ്ട്. അങ്ങനെ വിവിധ ഘട്ടങ്ങളിൽ സമൂഹത്തിലെ പിന്നോക്കം നിൽക്കുന്ന വ്യക്തികളെ സമൂഹത്തിന്റെ മുൻനിരയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഇത്തരം നടപടികൾ കൈക്കൊണ്ടത്. വാർദ്ധക്യ പെൻഷൻ, വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ്, SC, ST വിഭാഗങ്ങളെ പെൻഷൻ, ഭിന്നശേഷിക്കാർക്ക് വിധവ പെൻഷൻ തുടങ്ങിയ ധാരാളം സ്കോളർഷിപ്പിലൂടെയാണ് പബ്ലിക് എയ്ഡ് ഗവൺമെന്റ് നടപ്പിലാക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഡെഫിനിഷൻ ഓഫ് വെൽഫെയർ സിസ്റ്റം ആണ്. അതുപോലെ വെൽഫെയർ സിസ്റ്റത്തിന്റെ പ്രോഗ്രാംസും സ്കീമും, അതിൽ തന്നെ മെഡിക്കൽ പ്രോഗ്രാംസ്, ഫാമിലി വെൽഫെയർ പ്രോഗ്രാംസ്, പബ്ലിക് എയ്ഡ്, പിന്നെ വർക്ക് ഇഞ്ചുറി കോമ്പൻസേഷൻ, പിന്നെ അൺപെയ്ഡ്, അൺഎംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്, അങ്ങനെ പ്രധാനമായിട്ടും 4-5 കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പൊ നമുക്കൊരു അടുത്ത യൂണിറ്റിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു.